കഥ എന്താണ്, അതിന്റെ ഉള്ളടക്കം എന്താണ്, എന്റെ റോൾ എന്താണ്, അതൊക്കെ ആദ്യം പറയേ. ഓഹോ, കൊമ്പിനേക്കാൾ കൂടുതലേ വാലിനാണ് അഹങ്കാരം. ഞാൻ ചാൻസ് തന്നതേ വലിയ കാര്യം. കഥ, ചിത്രകഥ, സംഭാഷണം എല്ലാം കേൾക്കാനുള്ള ലെവലിലേ നീ ഇനി വളർന്നിട്ടില്ല. ഒരുപാടങ്ങ് അഹങ്കരിച്ചാലേ നിന്റെ ക്യാരക്ടറിനെ കട്ട് ചെയ്തിട്ടേ നിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞങ്ങ് വിടും. മാഡം, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് ഇതെന്താ സ്ക്രിപ്റ്റിലുള്ളതെന്ന് അറിയാതെ എന്താന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതല്ല, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ശരി ശരി, ഇത്ര പേടിയൊക്കെ മതി. നോക്ക്, ഞാനാണ് സ്ക്രിപ്റ്റ്. ഈ ശൈലം ഉണ്ടെങ്കിലേ എല്ലാ നാടകങ്ങളും ഹിറ്റോ ഹിറ്റോ ഹിറ്റ്. ഇല്ലെങ്കിലേ നിങ്ങളുടെയൊക്കെ വയറ്റിലേക്കേ ഒന്നും പോവില്ല. നമ്മുടെ നാടകം കാണാൻ വരുന്നവരില്ലേ, അവർക്ക് നമ്മുടെ നാടകം ഇഷ്ടപ്പെട്ട നാടകം ഹിറ്റ് ഹിറ്റ് ഹിറ്റ്. ഇപ്പഴെന്താ വേണ്ടേ? നിനക്ക് കഥ കേൾക്കണം അല്ലേ? അമ്മവാ, സ്റ്റാർട്ട്. നമ്മുടെ ഹീറോയിൻ വേട്ടയ്ക്കായി കാട്ടിലേക്ക് വന്നു. കാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ അതിസുന്ദരനായ ഒരു കാട്ടുവാസി പയ്യനെ കണ്ടു. അവൾക്ക് അവനോട് പ്രണയം തോന്നി. അവൾ പ്രണയിച്ചു. അങ്ങനെ അവരിരുവരും ഒന്നായി. ആ ഒന്നായ സന്തോഷത്തിൽ അവൾ അവളുടെ മോതിരമൂരി അവന് ഇട്ടുകൊടുത്തു. അങ്ങനെ ഒരു ദിവസം അവർ കാട്ടിലൂടെ നടന്നു വന്നപ്പോൾ ആനന്ദത്തോടെ തുള്ളിച്ചാടി നടന്നിരുന്ന മാനുകളിൽ ഒരെണ്ണത്തിനെ വേട്ടയാടി. ആ പരിക്കേറ്റ ഇണ മരണത്തോട് മല്ലടിക്കുന്നതിനിടയിൽ എന്റെ പ്രിയതമനെ എന്നിൽ നിന്നും അകറ്റിയ നിനക്കും നിന്റെ ഇണയെ നഷ്ടപ്പെടുമെന്നുള്ള ശാപം കൊടുക്കുകയുണ്ടായി. ആ ഹീറോയിൻ അവനെ മറന്ന് തന്റെ വീട്ടിലേക്ക് പോയി. അവനാണെങ്കിൽ അവൾ അണിയിച്ച മോതിരം വെള്ളത്തിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. വെള്ളത്തിൽ വീണ ആ മോതിരമാണെങ്കിലോ മീൻ വിഴുങ്ങുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മീൻപിടുത്തക്കാരന്റെ വലയിൽ ആ മീൻ വന്ന് കുടുങ്ങുകയും ചെയ്തു. പിടിച്ച മീൻ അവൻ ഹീറോയിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. ഹീറോയിൻ ആ മീനെ എടുത്ത് അതിന്റെ വയറ് കീറിയപ്പോൾ അതിൽ ആ മോതിരം കാണുകയുണ്ടായി. അയ്യോ, എന്താണിത്? ഈ മോതിരം ഞാൻ എന്റെ പ്രിയതമന്റെ വിരലിൽ അണിയിച്ചതാണല്ലോ. ആ ഓർമ്മകളിൽ അവൾ ഷോക്കായി നിന്നു. തന്റെ പ്രിയതമന്റെ ഓർമ്മകൾ വന്നപ്പോൾ ആ ക്ഷണം തന്നെ അവൾ വീട് വിട്ട് അവനെ തേടിയിറങ്ങി. അവസാനം അവരിരുവരും ഒന്നു ചേർന്നു. വാ 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 വാ, എന്താണ് കഥ? അതിലെ ജീവൻ കണ്ടില്ലേ? അത്ഭുതം തന്നെ. കേൾക്കാൻ രണ്ട് ചെവിയൊന്നും പോരാ. അല്ല, ഈ കഥയെങ്ങാനും കാളിദാസൻ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഓടി വന്ന് ഒരു മുത്തം തരില്ലേ? ഈ ശാകുന്തള നാടകം കാലത്തിനനുസരിച്ച് അപ്ഡേറ്റും ചെയ്ത് ഹീറോയുടെ സ്ഥാനത്ത് ഹീറോയിനെ വെച്ചിട്ട് നിങ്ങൾ എന്താ കോമഡി കളിക്കുക? ആളെ കളിയാക്കണം നിങ്ങള്. ഏയ് ജീറോ, ഞങ്ങൾ ആരെയും കോപ്പി അടിച്ചിട്ടൊന്നുമില്ല. എന്തോ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇൻസ്പയർ ആയിട്ടുണ്ടാകാം, മാത്രമല്ല. നോക്ക്, ഇപ്പൊ നിന്റെ നാടകം എന്ന് പോസ്റ്റർ അടിച്ചു വെച്ചാലേ ഒട്ടിച്ചവൻ പോലും നാടകം കാണാൻ വരില്ല. അത് ഈ ശൈലുവിന്റെ നാടകമാണെന്ന് പോസ്റ്റർ ഒട്ടിച്ചാലേ ഒട്ടിച്ചവനല്ല, പോസ്റ്റർ ഒട്ടിച്ച ഭിത്തി തന്നെ നാടകം കാണാൻ വരും മോനെ. അതാണ് ഈ ശൈലുവിന്റെ റേഞ്ച്. അതുകൊണ്ട് നാടകത്തിന് വേണ്ടി നമ്മുടെ ശൈലു ചേഞ്ച് ആവില്ല. ശൈലുവിനെ വേണമെങ്കിൽ നാടകം ചേഞ്ച് ആവണം. അതാണ് ഈ ശൈലു എന്ന് പറഞ്ഞ. നിനക്ക് പറ്റില്ലെങ്കിൽ ഇവിടെ തിരിച്ചു വെക്കോ. ഞാനെപ്പോഴാ അങ്ങനെയൊക്കെ പറഞ്ഞത്? വെറുതെ ഇങ്ങനെ ഇല്ലാവചനം പറയരുത്, കേട്ടല്ലോ. കഥ സൂപ്പർ ആയിട്ടുണ്ട്. അത് കാലത്തിനനുസരിച്ച് നന്നായി തന്നെ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങള്. നിങ്ങളൊക്കെ ആണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ആക്ടിങ്ങും ചെയ്തിരുന്നു. ആ കാളിദാസൻ നാടകത്തിലെ ഹീറോയിനേക്കാൾ സൂപ്പർ ആയിരുന്നു എന്നേ. ഇപ്പൊ നീ എന്റെ വഴിക്ക് വന്നു.
കിട്ടി കിട്ടി നോട്ടീസ് കിട്ടി. ഗോവിന്ദ. ഇന്ന് കണ്ട നാളെ കാണാൻ തോന്നും, നാളെ കണ്ട വീണ്ടും കാണാൻ തോന്നും, വീണ്ടും കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. എല്ലാവർക്കും സന്തോഷം നൽകുന്ന നാടകം സ്വപ്നസുന്ദരി. സ്വപ്നസുന്ദരിയുടെ നോട്ടീസ് കിട്ടിയല്ലോ. ഞാൻ എന്താ മണ്ടനാണെന്ന് വിചാരിച്ച കൊച്ചളിയ? കാക്കയുടെ കണ്ണ എനിക്ക്. എവിടെ എന്തുണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. എന്നെ കുറിച്ച് എനിക്ക് എപ്പോഴും അഭിമാനം മാത്രമേ ഉള്ളൂ. എന്തു പറയാനാ, അത്രയ്ക്ക് സ്പീഡായിട്ടുള്ള ഐക്യം എനിക്ക്. ഞാനൊരു ഭയങ്കര സംഭവമാണേ. ഗോവിന്ദ, തമാശ മതിയാക്ക്. ഞാൻ കുറെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതല്ലേ, കാണിക്കാതിരിക്കോ? കാണണോ? ദാ നോക്ക് ചേച്ചി, നിനക്ക് കാണണോ? നീയും കണ്ടോ? ഇനി നിങ്ങൾക്ക് കാണണോ? ദാ കണ്ടോ? മധുമതി, നിനക്ക് കാണണോ? കാണിച്ചു തരാം. ഗോവിന്ദ, തമാശ കളി മതിയാക്ക്. ആ നോട്ടീസ് ഇങ്ങത്താ. പ്രണയമേ, എന്റെ സ്വന്തം പ്രണയമേ, ഈ കണ്ണിലേക്ക് നോക്കൂ. മീനിനെ പോലുള്ള സുന്ദരമായ കണ്ണിലേക്ക് നോക്കൂ. താമരപ്പൂവ് പോലുള്ള എന്റെ ഈ ചുണ്ടു നോക്കൂ. ഇതെല്ലാം കണ്ടിട്ടും നിനക്ക് എന്നോട് പ്രണയം തോന്നിയില്ലെങ്കിൽ എന്റെ ഈ സൗന്ദര്യം തന്നെ വെറുതെയാണ്. എന്റെ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമില്ല. പ്രിയതമേ, നീയാണ് എന്റെ സ്വപ്നത്തിന്റെ കാരണം. ഹലോ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഇത്ര ഓവർ ആക്ടിങ് ചെയ്താൽ എങ്ങനെ ശരിയാവുന്നേ? ഒരിത്തിരി തഞ്ചത്തിലൊക്കെ ചെയ്യ് എന്റെ മോനെ. ഓക്കെ മാഡം, സോറി. ചെയ്. പ്രിയതമേ, നീയാണ് എന്റെ സ്വപ്നത്തിന്റെ കാരണം. ആ വനദേവതയുടെ മേൽ സത്യം, എന്റെ മനസ്സിലെ ദേവത നീ തന്നെയാണ്. പ്രിയേ, ഞാൻ നിന്റെ പ്രണയത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. നിന്റെ മനസ്സ് ഞാൻ നന്നായി അറിയുന്നുണ്ട്. നിന്റെ മനസ്സിലെ പ്രണയം ഞാൻ നെഞ്ചിലേറ്റുകയാണ്. നോക്കൂ എൻ റാണി, ഇതാ, ഇത് സ്വീകരിക്കൂ. ഈ ഫലങ്ങളെല്ലാം പകുതി ഭക്ഷിച്ചിട്ട് നീ എന്റെ അർദ്ധാംഗിനിയായി മാറിയാലും. എന്തുപറ്റി? എന്തിനീ മുഖത്ത് വിഷമം നിഴലിക്കുന്നു? പ്രിയനെ, ആദ്യ നോട്ടത്തിൽ തന്നെ പ്രണയം തോന്നിയെന്നത് സത്യമാണ്. ഈ ജീവിതം മുഴുവൻ ഒന്നിക്കണമെന്ന് തോന്നിയതും സത്യമാണ്. എന്നാൽ നീ കാട്ടിലുള്ളവനാണ്, ഞാൻ നാട്ടിലുള്ളവൾ. എന്റെ പ്രണയം വേണമെങ്കിൽ നീ എന്റെ ഒപ്പം എന്റെ നാട്ടിലേക്ക് വരണം. സുന്ദരി, നീ പറയൂ. ഇവിടെ മനുഷ്യരുമുണ്ട്, മനുഷ്യത്വവുമുണ്ട്. എന്നാൽ അവിടെ നോക്കൂ, മനുഷ്യർ മാത്രമാണുള്ളത്, ശരിയല്ലേ? മനുഷ്യത്വം ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യർ മാത്രമാണുള്ളത്. ദയവ് ചെയ്തൻ പ്രിയേ, നമുക്കിവിടെ ജീവിക്കാം. ഈ കാട്ടിൽ ഞാനാണ് രാജാവ്, നീയാണെൻ റാണി. സൂപ്പർ. ദേവി. ദേവിയോ? ഞാൻ നിന്റെ ദേവിയാണോ? അതെ, എന്റെ ദേവി. എന്നെ പ്രസവിച്ച എന്റെ അമ്മയാണ് എന്റെ ആദ്യത്തെ ദേവി. എന്നെ ചുമക്കുന്ന ഈ ഭൂമി ദേവിയാണ് എന്റെ രണ്ടാമത്തെ ദേവി. എനിക്കെന്നും ആഹാരം നൽകുന്ന ഈ വനദേവത എന്റെ മൂന്നാമത്തെ ദേവി. എന്റെ നാലാമത്തെ ദേവി നീയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എന്നെ കല്യാണം കഴിക്കുന്നവൾ എന്റെ ധർമ്മപത്നി നീയാണ്. ദേവി, പറയൂ, എന്റെ പ്രണയത്തെ സ്വീകരിച്ച് എന്നെ കല്യാണം കഴിച്ച് ജീവിക്കാമോ ദേവി? വാ 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 വാ, അത്ഭുതം, ആനന്ദകരം. ഒരു പെണ്ണിന് നാട്ടിൽ കിട്ടാത്ത അംഗീകാരം ഈ കാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ
ഈ കാട് തന്നെയാണ് നാടിനേക്കാൾ ശ്രേഷ്ഠം. ഓ, നീ എണീറ്റ് നിക്ക്. പ്രിയനെ, എനിക്ക് നിന്റെ സ്നേഹത്തിന്റെ മഴയിൽ നനയുവാൻ ആശയാണ്. നിന്റെ ചുട നിശ്വാസത്തിൽ അലിയുവാനാണ് ആഗ്രഹം. നിന്റെ ഈ തോളുകളിൽ ചേർന്ന് നിൽക്കാൻ ആഗ്രഹം. വരൂ പ്രിയനെ, വരൂ, എന്നെ വാരിപ്പുണരൂ. വരൂ പ്രിയതമ. എന്റെ ഹൃദയമിടിപ്പ്, എന്റെ മനസ്സ്, എന്റെ ജീവനും എന്റെ ആത്മാവും നീയും നിന്റെ സ്പർശനത്തിനായി കാത്തിരിക്കുകയാണ്. വാ പ്രിയനെ, വരൂ, വന്ന് എന്നെ വാരിപ്പുണരൂ. വാ. കെട്ടിപ്പിടിക്കും. ഓ, എന്തൊരു പൊട്ടനാ നീ. ചുമ്മാ പശു കാടി കുടിക്കുന്നത് പോലെ ഒറ്റയടിക്ക് അങ്ങ് ഡയലോഗ് പറഞ്ഞു പോയാ പോരാ. മുഖത്ത് വല്ലപ്പോഴൊക്കെ കുറച്ച് എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ടങ്ങ് പോണം. നല്ല എക്സ്പ്രഷൻ കൊടുത്ത് ആക്ട് ചെയ്യാൻ നോക്ക്. ഇങ്ങനെയൊക്കെ ചെയ്താലേ മോശിച്ചു പോത്തേ ഉള്ളൂ എല്ലാം. എന്റെ അമ്മാവാ, ഇതൊന്നും നടക്കില്ല. ഇങ്ങനെ അഭിനയിക്കാനാണെങ്കിലേ നാടകത്തിൽ ഇവന്റെ റോൾ ഒന്നിനും കൊള്ളാതാവും. നോക്കടി, ആ മുഖത്തൊരു റൊമാൻറ്റിക് ഫീൽ പോലും ഇല്ല. പറ്റൂല അമ്മാവാ, വീട്ടേക്ക്. എന്താടാ ഇത്? കൊച്ചളിയ, എന്താ ഇതെന്ന്? ആ ഗോവിന്ദൻ സത്യമായിട്ട് ഈ ഗോവിന്ദൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൊച്ചളിയ. മുഖം പോലും തിരിച്ചറിയാത്ത ഒരു പടം കൊണ്ട് വന്നിരിക്കുന്നവൻ. ദൈവമേ, നോട്ടീസിലെ മുഖത്തിന്റെ ഭാഗം ക്ലിയർ അല്ലാത്തത് നന്നായി. ഗോവിന്ദ, നിനക്കും തലയില്ല, നീ കൊണ്ടുവന്ന ഫോട്ടോയ്ക്കും തലയില്ല. ദേ നോക്ക്. എടാ ഗോവിന്ദ, നീ ഇത് കാണിക്കാൻ വേണ്ടിയാണോ ഇത്രയൊക്കെ ബിൽഡപ്പ് കാണിച്ചത്? നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുക. ഒരു നിസ്സാര കാര്യം പോലും വേണ്ട വിധത്തിൽ ചെയ്യില്ല. കൊച്ചളിയ, ഇവളെ എല്ലാവർക്കും അറിയാവുന്ന നാടക സുന്ദരിയല്ലേ? അല്ല, മേക്കപ്പ് കൂടിയിട്ടേ ചിലപ്പോ എലി കരണ്ടതായിരിക്കുന്നേ. അവളുടെ മുഖം കണ്ടിട്ടേ അതിന്റെ ഭംഗിയിൽ ഇനി എങ്ങാനും തൃശ്ശൂരിനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരുന്നു? ഇപ്പൊ കൊച്ചളിന് എന്താ വേണ്ടത്? ആ ട്രൂപ്പിന്റെ അഡ്രസ്സും ഫോൺ നമ്പർ അതിലുണ്ടല്ലോ, ഇല്ലേ? കൊച്ചളിയും വിളിച്ചു നോക്ക്. അരേ, കൊള്ളാലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ നീ ബുദ്ധിയുള്ളവരെ പോലെ പെരുമാറും. ആഹാ, ബുദ്ധിയുള്ളത് പോലെ അല്ല. ഈ വീട്ടിൽ എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. വല്യളിയൻ കഴിഞ്ഞ കൊച്ചളിയൻ, കൊച്ചളിയൻ കഴിഞ്ഞ പിന്നെ ഞാൻ. കൊച്ചളിയ, ഒന്ന് വിളിച്ചു നോക്ക്. അയ്യോ, ഫോൺ നമ്പർ ഉണ്ടായിരുന്നോ? അത് മാഞ്ഞു പോയില്ലേ? അബദ്ധം പറ്റിയല്ലോ എനിക്ക്. നോക്കിയേ, റൊമാൻസ് എന്ന് പറഞ്ഞപ്പോഴേ പന്നിയെ വിഴുങ്ങിയ പാമ്പിനെ പോലെ കുത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഇവൻ? അമ്മാവാ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇവനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, പറ്റില്ല, പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറ്റില്ല എനിക്ക്? എന്തുകൊണ്ട് പറ്റില്ല എനിക്ക്? വാ ഇവിടെ. നിന്റെ ഈ കണ്ണുകൾ പറയുന്നുണ്ട് നീ എന്റേതാണെന്ന്. നിന്റെ ഈ കവിളുകൾ ചൊല്ലുന്നുണ്ട് ഇത് വിലമതിക്കാനാവാത്ത പൊന്നാണെന്ന്. നിന്റെ ചുണ്ടിലെ ഈ തേൻ മാടി വിളിക്കുന്നുണ്ട്
പ്രിയനെ വാ വാ നുകരൂ എന്ന്. എടി മുത്തുമണി, എന്താടി തങ്കമണി? ഇവൻ സീറോ അല്ലാടി, ഹീറോ. ഇത്ര വലിയ റൊമാൻറ്റിക് സീൻ നടന്നുകൊണ്ടിരിക്കുമ്പോ ഫോൺ അടിക്കാൻ കണ്ട ഒരു സമയം. എടാ പക്രു, ആരാ വിളിക്കുന്നത് നോക്ക. ഇത്ര നല്ല അടിപൊളി സീൻ നടക്കുന്ന സമയത്ത് ഞാൻ പോയി ഫോൺ എടുക്കാനോ? ഒരിക്കലും ഇല്ല. ഈ ക്ഷണം ഞാൻ മിസ് ചെയ്യാനേ പാടില്ല. എടി വല്യമ്മല്ലി, നീ തന്നെ പോയി റിസീവ് ചെയ്തിട്ട് വാ. അയ്യോ ചേച്ചി, ഇങ്ങനത്തെ സീനൊക്കെ ഞാൻ മിസ് ചെയ്യാൻ പാടുണ്ടോ? എടി മുത്തുമണി, ഒന്ന് ചെല്ലടി. ഞാൻ എങ്ങോട്ടും പോകൂലപ്പ. അതെ, നിങ്ങൾക്കാർക്കും പറ്റില്ല. ഞാൻ പോയി നോക്കണോ? ഞാൻ ഈ നാടക കമ്പനിയുടെ ഓണറാ. കാശ് മുടക്കുന്ന എനിക്കൊരു വിലയില്ലേ. എടാ പക്രു, മര്യാദക്ക് പോയി ഫോൺ എടുക്കടാ. ഈ ഒരു ഹോട്ട് സീൻ എന്നെ കാണാൻ സമ്മതിക്കൂല. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്ത്? വലിയൊരു മുതലാളി. ഥു. ഹലോ 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 തൃശൂൽ. ഏയ്, ആരാ ഇത്? തൃശൂലും ഇല്ല, ഒരു വിശാലും ഇല്ല. ഒന്ന് ഫോൺ വെച്ചിട്ട് പോടോ. ഇത് തൃശൂലിന്റെ ഫോണല്ലേ? ഇത് സ്വപ്ന സുന്ദരി എന്ന നാടക കമ്പനിയുടെ നമ്പരാ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വന്ന് ഫോട്ടോ എടുത്തിട്ട് പൊക്കോണം. അല്ലാണ്ട് ഇങ്ങനെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ. എടോ നോക്ക്. ഏയ്, ആരാടോ താൻ? ഈ സമയത്ത് തന്നെ വിളിച്ച് ശല്യപ്പെടുത്തണോ? കുറച്ചെങ്കിലും കോമൺ സെൻസ് ഇല്ലേ? യു ഇഡിയറ്റ്. എന്തിനാടോ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? ആദ്യം ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്ക്. അവിടെ തൃശൂൽ എന്നൊരു പയ്യനുണ്ട്. ഈ ഫോൺ അവന്റെ കൊണ്ട് കൊടുക്ക്. ഇവിടെ ഒരു തൃശൂലും ഇല്ല. ഫോൺ വെക്കണോ? എടാ അമ്മേ, വീണേ, വീണേ, നീ ഇതെവിടെ പോയിരുന്നു മോളെ? ഞാൻ വന്നില്ലേ, പിന്നെന്താ? എന്തിനാ നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എന്ത്? ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയെന്നോ? നിൽക്കൂ പ്രിയേ, നിൽക്കൂ. ഞാൻ നിന്റേതാണ്. നിനക്ക് വേണ്ടി വന്നവനാണ്. നിനക്ക് വേണ്ടി നിന്റെ കൂടെ ജീവിക്കേണ്ടവനാണ്. നിനക്ക് വേണ്ടി ജീവിച്ചവനാണ്. പ്രിയേ, നിനക്ക് എന്നെ ഓർമ്മയില്ലയോ? ഓർത്തു നോക്കൂ പ്രിയേ, ഓർത്തു നോക്കൂ. ഇല്ല പ്രിയേ, ഒരു തവണ ഓർത്തു നോക്കൂ. ഈ അരണ്യ മാതാവിന്റെ മടിയിൽ വെച്ച് വനദൈവങ്ങളെ സാക്ഷിയാക്കി നാം ഇരുവരും ഒന്നായതാണ്. പ്രണയമെന്തെന്നറിഞ്ഞവരാണ്. വിരഹത്തിൽ ജീവിച്ചവരാണ്. നിൽക്കൂ പ്രിയേ, നിൽക്കൂ. ഞാൻ നിന്നെ ശല്യപ്പെടുത്തുമെന്നോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നെ മറന്നോ പ്രിയേ നീ? എന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ഈ കണ്ണുകൾ നീ കാണുന്നില്ലേ? എന്നെ നീ മറന്നുപോയോ?
നിന്നെ ചുംബിച്ച ചുണ്ടുകൾ കാണുന്നില്ലേ? ഇതാ, ഇതും നീ മറന്നുവോ?